1984 ഡിസംബർ മാസം 2-ാം തീയതി ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും ചോർന്ന മീഥൈൽ ഐസോസൈനേറ്റ് വിഷവാതകം ശ്വസിച്ച് 5000-ത്തിലധികം പേർ പിടഞ്ഞു മരിച്ച ദിനം. 5 ലക്ഷത്തിലധികം ആളുകളെ ദീർഘകാല വൈകല്യങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്തു. 40 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഇതേ ഫാക്ടറിയിൽ 377 മെട്രിക് ടൺ മാലിന്യം ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി അവശേഷിക്കുന്നു. മാലിന്യം സംസ്കരിക്കാൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും രൂക്ഷ വിമർശനങ്ങൾക്കൊടുവിൽ മാലിന്യം നീക്കാൻ നടപടികൾ ആരംഭിച്ചു. ഫാക്ടറിയിലെ വിഷമാലിന്യം നീക്കം ചെയ്യാൻ ഡിസംബർ 3-ന് 4 ആഴ്ചത്തെ സമയപരിധിയായിരുന്നു ഹൈക്കോടതി നൽകിയത്. മാലിന്യം ഇവിടെ നിന്ന് നീക്കാതിരുന്നാൽ മറ്റൊരു ദുരന്തത്തിന് ഇത് കാരണമായേക്കാം എന്നായിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പദ്ധതി പ്രകാരം ഭോപ്പാലിൽ നിന്നും 250 കിലോമീറ്റർ അകലെ ഇൻഡോറിന് സമീപമുള്ള പീതാംപൂരിലേക്കാണ് സംസ്കരിക്കാനായി നീക്കം ചെയ്യുന്നത്. മാലിന്യത്തിൻ്റെ ഒരു ഭാഗം ആദ്യം പീതാംപൂരിലെ മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റിൽ കത്തിച്ച ശേഷം ശാസ്ത്രീയമായി പരിശോധിച്ച് അതിൽ എന്തെങ്കിലും ദോഷകരമായ മൂലകം അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തും. ദോഷകരമായി ഒന്നും കണ്ടെത്തിയില്ല എങ്കിൽ 3 മാസത്തിനുള്ളിൽ മാലിന്യം കത്തിച്ച് ചാരമാകും. അല്ലെങ്കിൽ കത്തുന്നതിൻ്റെ വേഗത കുറയ്ക്കുമെന്നാണ് സംസ്ഥാന ഗ്യാസ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ വകുപ്പ് ഡയറക്ടർ സ്വതന്ത്ര കുമാർ സിംഗ് പറയുന്നത്. വായു മലിനീകരണം ഒഴിവാക്കാൻ ഇൻസിനറേറ്ററിൽ നിന്നും പുറന്തള്ളുന്ന പുക 4 പാളികളുള്ള പ്രത്യേക ഫിൽട്ടറുകളിലൂടെയാണ് പുറത്തേക്ക് കടത്തിവിടുക. മാലിന്യം സംസ്കരിച്ച ശേഷം ചാരം 2 പാളികളുള്ള ശക്തമായ മെംബ്രെയിൻ കൊണ്ട് മൂടുകയും മണ്ണും വെള്ളവുമായി ഒരു തരത്തിലും സമ്പർക്കം വരാത്ത വിധം ലാൻഡ് ഫില്ലിംഗ് ചെയ്യുകയും ചെയ്യും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും ഉദ്യോഗസ്ഥരുടെ വിദഗ്ധ സംഘമാകും ഇതിന് മേൽനോട്ടം വഹിക്കുക. ശേഷം വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയുടെ ഓരോ ഘട്ടവും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭോപ്പാലിൽ നിന്ന് പീതാംപൂരിലേക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാലിന്യം കൊണ്ടുപോകാൻ ഏകദേശം 250 കിലോമീറ്റർ ഗ്രീൻ കോറിഡോർ സൃഷ്ടിക്കും. ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് മാലിന്യം നീക്കാനാണ് സാധ്യത. എന്നാൽ പീതാംപൂരിലെ ജനങ്ങൾ മാലിന്യം സംസ്കരണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇൻഡോറിനെ മറ്റൊരു ഭോപ്പാലാക്കാൻ അനുവദിക്കില്ല എന്നാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്.